ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ തമിഴിൽ കാണാൻ മനസ്സിലായില്ല, ഹൂ നോസ് മീ ബെറ്റർ. ഉദ്ദേശിച്ച് സുബിയും മോൾട്ടിനെ കൂടെ രണ്ട് സൈഡിൽ ഇരുത്താൻ വേണ്ടിയാണ്. സുബി ഇവിടെ ഇല്ല. അതിന് ഉദ്ദേശമാണ് എന്താ പറയുക, സിബ്ലിങ്സിനും ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. വല്ലതും അറിയാമെന്നൊക്കെ ആവോ, മിക്കവാറും കൊളാവോലെന്ന് അറിയില്ല. സൗണ്ട് വിഷയമാണാവോ, ഫാൻ ഓഫ് ആണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേമാതിരി തന്നെ പിന്നെ എന്താ പറയുക, ചോയ്സ് സംഭവങ്ങളൊക്കെ കുറച്ച് ഇനി അവസാനം പെട്ടെന്ന് തീരുകയാണെങ്കിൽ ഞാൻ കുറച്ച് ഉള്ളതിൻ്റെ ഭാവനയിൽ എത്തി ചോദിച്ചിട്ടുണ്ട്. സാധാരണ ഇതിൽ പണിഷ്മെൻ്റ് ഒക്കെ വേണമെന്ന് തോന്നുന്നു ഈ തെറ്റിത്തരം പറയാൻ. പക്ഷെ അത് നമ്മൾ ഇപ്പോൾ ചെയ്യണില്ല. നമുക്ക് അത് ഷുഗർ കൂടാതെ നമുക്ക് വലിയ പ്രോഗ്രാമായിട്ട് ചെയ്യണം. ചലഞ്ചൊക്കെ കുറച്ച് നമുക്ക് ചെറിയ പണിഷ്മെൻ്റ് ഒക്കെ വെക്കാം. വലിയ പ്രോഗ്രാമാണല്ലേ വേണ്ടേ നമ്മൾ അനാലിസിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങിയല്ലോ, അല്ലേ? അറിയാം. അപ്പോൾ ഉദ്ദേശം ഞാൻ ഒന്ന് ചോദിക്കും, കോപ്പി അടിച്ചിരിക്കുന്നതായിട്ട് ഹൂ നോസ് മീ ബെറ്റർ എന്നുള്ളത്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ഇവർ രണ്ടാളോട്. അതിൽ എനിക്ക് ഞാൻ ഏതാണ് ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് ഏതാണ് ഇഷ്ടമുള്ളത് ആക്കി ഇവർ പറയാന്നുള്ളൂ. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, റെഡ് ആണോ ബ്ലാക്ക് ആണോ എനിക്ക് ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് ഞാൻ ചോദിക്കും. രണ്ടാളും ഓരോ ഉത്തരം പറയും. എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന് ഉത്തരം പറയും. നിങ്ങൾ കാണിച്ചതിന് ശേഷം പറയണം, അതല്ല അല്ലാതെ പറഞ്ഞാൽ പെണ്ണ് നിലത്ത് വെക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പോയിന്റിനെ നോക്കി വെക്കാം. ഓക്കെ, നാട്ടിക്കെടുത്തിട്ടോ 2 പോയിന്റുകളും തേടിയെടുക്കണം. ഇത്ര കൊല്ലം ഒപ്പം ഉണ്ടായിട്ടു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ്? ക്വസ്റ്റ്യനാണ്, ബേസിക് ആയിട്ട് പറഞ്ഞു. ഫസ്റ്റ് വൺ, മൈ ഫേവറേറ്റ് കളർ. എത്ര സെക്കൻഡ് വരാൻ? സ്റ്റോപ്പ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് വൈറ്റ് റെഡ് മൂന്നിന്റെ ഇഷ്ടമുള്ള കളറാണ്. ചില ആൾക്കാർ ഞാൻ പറഞ്ഞെടുക്കുമ്പോ ഒരു നീണ്ട എന്താ പറയുക റെയിൻബോ എന്ന് പറയും. അതെന്താ? ബ്ലാക്ക്. ഓക്കെ ഓക്കെ, ഫുള്ള് എഴുതിയില്ലേ? ഓക്കെ, ഇത് കറക്റ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്തു? 1 and 1/2 അങ്ങനെ. സത്യം പറഞ്ഞാൽ ഫുള്ള് അത് വേണ്ട, പറഞ്ഞല്ലോ. അപ്പൊ അടുത്തത് നോക്കാം, ലാസ്റ്റ് ഒന്ന് തീരുമാനിക്കാം. ഡ്രോ ഒക്കെ വരികയാണ്, അങ്ങനെ നമുക്ക് ആക്കാം. അപ്പോ മൈ ഫേവറേറ്റ് ഫുഡിൽ എന്താ പറയുക നമുക്ക്, ഫേവറേറ്റ് ഫുഡ് എനിക്കിഷ്ടം. ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാക്കി തന്ന സൂര്യാണ്. ഓളെ എഴുതി അവിടെ വീട്ടിലുള്ളത്. അപ്പോൾ ആൾ ഫുൾ എഴുതി ടൈപ്പ് ചെയ്ത് അയച്ചെന്നാണ്. വന്നതിന് ശേഷം നമുക്ക് വേറെ ഒരു ഫുഡോ 3 4 5 6 ഇത് വേറെ രസമുണ്ട്. ബിരിയാണിയാണ് എനിക്ക് ഇഷ്ടമുള്ളത്. എഴുതിക്കണോ? എവിടെ? ചിക്കനോടുള്ള ഫുഡാണ്. ചിക്കനോടുള്ള എല്ലാം ഇഷ്ടമല്ല. ബിരിയാണി അങ്ങനെ തിന്നല് പോലും ഇല്ല. ഇതൊക്കെ നോണയാണിട്ടാ. ബിരിയാണിക്ക് ഇത് 2 ശരിയാണ്. അപ്പൊ അത് ചിക്കനൊക്കെ നല്ല ഇഷ്ടമാണ്, ബിരിയാണിക്ക് ഇഷ്ടമാണ്. ചിക്കൻ എന്ന് ഉദ്ദേശിച്ചത് ഒരു എന്താ പറയാൻ വേണ്ടി പിന്നീട് കൊടുക്കേണ്ടി വരും. ചിക്കൻ നല്ല ഇഷ്ടമാണ്. എനിക്കൊരു പോയിന്റ്. ഓക്കെ, അതിൻ്റെ മിസ്റ്റേക്ക് ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടില്ല. പിന്നുള്ളത് അടുത്ത് മൈ ഡ്രീം കാർ. എനിക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള കാറാണ്. കാറിന്റെ പേര് ഫോർഡ് മസ്താങ്ങിന്റെ മസ്താങ് ഒരു കാറുണ്ട്. റേഞ്ച് റോവറോ? റേഞ്ച് റോവർക്ക് ഇഷ്ടമാണ്. റേഞ്ച് റോവർക്ക് ഇഷ്ടമാണ് വാങ്ങാൻ ഡ്രീം ആയിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഈ വാക്ക് റേഞ്ച് റോവർ ഉണ്ട്, അതാണ്
സജസ്റ്റ് ചെയ്യും. ഏറ്റവും ഇഷ്ടം ഉള്ള വണ്ടിയാണ്. വാങ്ങാൻ എനിക്ക് മസ്താൻ ഭയങ്കര ഇഷ്ടമാണ്. സോ മൈ ഡ്രീം പ്ലേസ് ടു വിസിറ്റ്. 3, 2, 1 സ്റ്റോപ്പ്. അതിന് സ്വാഭാവികമാണ് കാരണം ഓക്കെ വിചാരിച്ച നടക്കുന്നല്ല നാറില്ല ഞാൻ. പിന്നെ അടുത്തത് ബാങ്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഡ്രീം പ്ലേസ് അല്ല നമ്മൾ ചെയ്ത്. ആഫ്റ്റർ ഡിഗ്രി ഏത് കോഴ്സാണ് പഠിച്ചത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഏത് കോഴ്സാണ് പഠിച്ചത്? ഡിഗ്രി കഴിഞ്ഞിട്ടോ? ഞാൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏത് കോഴ്സാണ് പഠിച്ചത്? തെറ്റണ്ട. ഓക്കെ, കഴിഞ്ഞില്ലേ? IELTS. കഴിഞ്ഞിട്ട് ഏത് ഫസ്റ്റ് എന്നുള്ള ചോദ്യമല്ല, ഡിഗ്രി കഴിഞ്ഞിട്ട് ഏത് പഠിച്ചു? ഡിഗ്രിന്റെ മുമ്പ് ഞാൻ എടുത്തിട്ടാണല്ലോ. പിന്നെ ഫേവറേറ്റ് പീരീഡ് ഓഫ് ടൈം വൈൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ സമയത്ത് ഒരു ഇഷ്ടപ്പെട്ട പീരീഡ് ഒരു സുബി ഇതും കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസും. സ്കൂൾ ലൈഫ്, കോളേജ്, ടെഫൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസ കാലം അതാണ് ഉദ്ദേശിച്ചത്. പീരീഡ് ഓഫ് ടൈം സ്കൂൾ ലൈഫാണോ കോളേജ് ലൈഫാണോ അതല്ല ടെഫലാണോ? ടെഫൽ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ ലൈഫ്. ഞാൻ അപ്പൊ അതൊക്കെ. പിന്നെന്താ, ടീച്ചറായി പോയത് ഏത് സ്കൂൾ? അതൊക്കെ സിമ്പിൾ ആണ്. അത് ഞാൻ അടുത്ത് പറഞ്ഞ ഓക്കെ അല്ലേ? കറക്റ്റാണ്. BMS ടീച്ചർ, അത് കറക്റ്റ്. അടുത്തത് ഏതൊക്കെ ക്ലാസ്സിൽ പഠിപ്പിച്ചതെന്ന്? ഏതൊക്കെ ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിച്ചതെന്ന്? അത് ഞാൻ ഇവിടെ പറഞ്ഞത് കണ്ട്, അത് ഓർമ്മയിലുണ്ടെങ്കിൽ എടുത്തെഴുതാം. 3, 2, 1 സ്റ്റാർട്ട്. രണ്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ട് 7th, 8th, 9th, 10th. ഓക്കെ, ഇതായിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ. ഒരു 7th കുറവുള്ളൂ. 8th, 10th, 10th അതൊക്കെ തെറ്റാണ്. 6th ഉം 5th ഒക്കെ ചെറിയ ക്ലാസ്. ഒന്നും ശരിയില്ല. ഗ്രാഫ് എന്താ താഴത്ത് പോക്കുന്നില്ല. ഗ്രാഫ് അങ്ങനെയില്ലേ, അതുകൊണ്ടാണ് ഹാഫ്. സോ അടുത്തത് മൈ ഡിഗ്രി കോഴ്സ് ഫുൾ നെയിം. ഇതിന്റെ കോഴ്സിന്റെ പേരെന്തെങ്കിലും ഞാൻ അടുത്ത് ഡിഗ്രീന്റെ ഫുൾ നെയിം വേണേ. പ്രശ്നം മനസ്സിലായില്ലേ? മനസ്സിലായി. ഫുൾ എന്താ? 5, 4, 3, 2, 1 സ്റ്റാർട്ട്. ബാച്ചലർ ഓഫ് ആർട്സ് ഫങ്ഷണൽ ഇംഗ്ലീഷ് അല്ലേ? BA ഫങ്ഷണൽ ഇംഗ്ലീഷ്. പിന്നെ ഹാവ് ഐ ബ്രോക്കൺ മൈ ബോൺസ്? എനിക്ക് ഇതിന്റെ മുമ്പ് എന്റെ എല്ലോ ഏതെങ്കിലും പൊട്ടിയിട്ടുണ്ടോ? 3, 2, 1 സ്റ്റാർട്ട്. പൊട്ടിക്കണേ. ചെറുപ്പത്തിലെ അല്ല അത്ര വഴക്കൊന്നും ഉണ്ടോ? ഏത് കൈ ഒടിഞ്ഞ്? എനിക്ക്
വലത് കൈ. എടവാ. ഇത് രണ്ടല്ലേ ഉള്ളൂ. അതൊന്നുമില്ലേ, അതൊന്ന് പൊട്ടിക്കണേ. റൈറ്റ് സൈഡ് ഒന്നാ ഓക്കെ. എനിക്ക് പോയിന്റ് ഉണ്ട്. കൺസിഡറേഷൻ കൊടുക്കണ ലാസ്റ്റ് നോക്കാം. വാട്ട് ഈസ് മൈ ഷൂ സൈസ്? ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? എന്റെ ഷൂവിന്റെ സൈസ് ഇരിക്കട്ടെ. അപ്പൊ വേറെ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്ത് പറയേ നീ നോക്കണോ? മുന്നേ കോപ്പി അടിക്കട്ടെ ഒരാള് എഴുതിക്കണം. ഇന്റെ കാലം നിനക്ക് എത്ര തോന്നുന്നത്? ഓക്കെ, മൈ 7ഉം 8ഉം ബ്രാൻഡിന് മാറ്റം വരാറുണ്ട്. 7 എത്ര? 7 ഓക്കെ കൊടുക്കാം. 9 ഇല്ല, അങ്ങനല്ല. ഈ ബാക്കിൽ പാവം കുട്ടിയായിരുന്നു. സോ ഇല്ല. ഇതിൽ ഇതുവരെ പോയിന്റ്സ് എത്രയായി? 1 2 എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്? 2 4 6 8 9 ക്വസ്റ്റ്യൻ ചോദിച്ചു. 9 ഒന്നാഴ്ച കൂട്ടിട്ടുള്ളൂ. ഒന്നാം ഞാൻ മാർക്ക് ഇല്ലല്ലോ. 2 വിട്ട് 10 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇവിടെ എഴുതിയിട്ടില്ല അല്ലേ? എത്ര സാറില്ല. അപ്പൊ ഇനിയുള്ളത് ദിസ് ഓർ ദാറ്റ് എന്നുള്ളത് കുറച്ച് എന്ന് വെച്ചാല് 2 ഓപ്ഷൻസ് കൊടുക്കുക. അതിലേക്ക് എനിക്ക് ഇഷ്ടമുള്ള ഏതാന്നുള്ളത് സിമ്പിളാ വിചാരിക്കണം. അല്ലാതെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടേ എന്താ പറയാ, ഏതൊക്കെ ടൈപ്പ് അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് കുറച്ച് നമ്മൾ നോക്കി നോക്കും. പെട്ടെന്നായുണ്ട്. അടുത്തതിൽ നോക്കാം. നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആവും. സോ ദിസ് ഓർ ദാറ്റ് അത് സംഭവം മനസ്സിലാക്കുന്നില്ലേ? ഓക്കെ. ടീ ഓർ കോഫി? ടീ. എന്താ ടീ? ഓക്കെ. അപ്പോൾ ഓരോ പഞ്ചായത്തിൽ എടുക്കും. ഫുട്ബോൾ ഓർ ക്രിക്കറ്റ്? ക്രിക്കറ്റ്. ഓക്കെ, പോയിന്റ് കറക്റ്റാണ്. അടുത്ത് ഐസ്ക്രീം ഓർ ചോക്ലേറ്റ്? ചോക്ലേറ്റ്സ്. നോ. ഇപ്പൊ തിന്നിട്ട് ഞാനത് നോക്കി ചെയ്യാലോ. ശരി, ഇനി ഞാൻ തോപ്പിച്ചിരിക്കുന്നതിനാ. സോ അടുത്തത് സോറി പേടിക്കണ്ട. അപ്പൊ അടുത്തത് ബൈക്ക് ഓർ കാർ? സ്റ്റോപ്പ്. കാർ. ഓക്കെ. അടിണ്ടാക്കല്ലേ. അടുത്തത് ഫോൺ ഓർ ഷൂസ്? ഷൂസ്. ഏതായാലും ഷൂസ് ചെയ്യണം. ഷൂസ്. കൈക്ക് പിടിച്ചെടുക്കണ ഇഷ്ടമുള്ളല്ലേ ചോദിച്ചിട്ടുള്ളത്? ഇപ്പൊ തന്നെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാപ്ടോപ്പ് ഓർ വാച്ച്? സ്റ്റോപ്പ്. വാച്ച്. കറക്റ്റാണ്. അപ്പോ സോ സെഷൻ കഴിഞ്ഞു. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ടോട്ടലുണ്ട്? 17 ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി കുറച്ച് ടൈം ബ്രേക്കർമാർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? ടൈം ബ്രേക്കർ അല്ല, നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ളതൊക്കെയാണ്. സിമ്പിളായിട്ട് കുറച്ച് ഫ്രണ്ട് വെക്കും, ഞാൻ ബാക്കിൽ കേട്ടോ. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ല, മറ്റേ വിട്ടുപോയത് ഞാൻ. ബെസ്റ്റ് ഫ്രണ്ട് നെയിമില്ല? ആരും കൂട്ടിക്കോ. ഒരുപാടുണ്ടായാലും ബസ് ഷെമി കറക്റ്റാണ്. വലിയ ക്വസ്റ്റ്യൻ നോക്കി വിട്ടുപോയതാണ്. ഷെമി, ദിൽഷി, ഫവാസ്, റാദി, റോഷൻ ഒക്കെ കസിൻസിനെ ഇടാം. അതൊക്കെ നമ്മളെ ബെസ്റ്റ്. പിന്നെ നമ്മളെ സ്കൂൾ മേറ്റ്സ് ഉണ്ട്. അത് ബോണസ് പോയിന്റ് കിട്ടി രണ്ടാക്കും. ഇനിയുള്ളത് തിരിച്ചാ. അപ്പൊ അങ്ങനെ അടുത്ത് ഡിസ്വന്താക്കിന്റെ തന്നെയാണ്. ഡോഗ് ഓർ ക്യാറ്റ്?
സിമ്പിൾ ബേസിക് നോക്കാം. Dog or cat? സ്റ്റാർ കൈ കാണിച്ച ഡോഗ്. രണ്ടും തെറ്റിക്ക. എന്ത് അർത്ഥാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടം മുതൽ വളർത്താൻ താല്പര്യമുള്ള ഡോഗ്സ് ആണ്. പക്ഷെ നമ്മളതിൽ പറ്റില്ല എന്നുള്ള സംഭവം ഉള്ളതുകൊണ്ട് അത് എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. സോ നെറ്റ്ഫ്ലിക്സ് ഓർ യൂട്യൂബ്? മുന്നേ കോപ്പടിക്കുന്നുണ്ടോ? That was a tough one. YouTube. എനിക്കറിയാം ഹെൽത്തി യൂട്യൂബിലല്ലേ പോലെ അറിയപ്പെടുള്ളൂ. നീ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ എല്ലാ മാസവും നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രൈബ്. നെറ്റ്ഫ്ലിക്സ് ഏറ്റവും കൂടുതൽ നെറ്റ്ഫ്ലിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ യൂട്യൂബില് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോസ് ഞങ്ങളൊരു ഫാം കൂടുതൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് യൂട്യൂബ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഇഷ്ടം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ കാണുന്നത് നെറ്റ്ഫ്ലിക്സ് തന്നെയാണ്. സോ ഫോൺ കോൾ ഒരു ടെക്സ്റ്റ് കോപ്പിടിക്കുന്നുണ്ട്. ഞാൻ അപ്പോഴും ഫോൺ കോൾ എനിക്ക് ഈ ടൈപ്പ് ചെയ്യണത് തീരെ ഇഷ്ടമല്ല. വാട്സപ്പ് ആണെങ്കിൽ മെസ്സേജിങ് കൂടുതൽ ഇഷ്ടം, ഈ വോയിസ് നോട്ട്സ് ഒന്നും അയച്ചു. സോ അടുത്തത് ഫേസ്ബുക്ക് ഓർ ട്വിറ്റർ? സ്പീഡാവട്ടെ. ഇപ്പൊ ഇവിടെ നോക്കിട്ട് കേട്ടോ. ഇല്ല ഞാൻ ട്വിറ്റർ അല്ലേ? ട്വിറ്റർ ട്വിറ്റർ എന്താണ്? അറിയില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കലോടോ എനിക്ക് അറിയില്ല. അല്ല ആൾക്കാരുടെ ചോദ്യം എനിക്ക് എൻ്റെ അടുത്ത് ട്വിറ്ററില്ലേ? മൊബൈൽ ഗെയിംസ് ഓർ കൺസോൾ ഗെയിംസ്? കൺസോൾ പറഞ്ഞാൽ ഈ സാധനം ബാക്കിൽ സോറി പറഞ്ഞു നമ്മൾ വ്യക്തമാക്കി കൊടുത്തില്ലെങ്കിൽ ഫൗൾ പേ ആണ്. കൺസോൾ ഗെയിംസ് ഏതാണ്? അതൊക്കെ പോകണം. പിന്നെ സോ അതങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ പോയിന്റ്സ് ഒക്കെ എത്ര ഇവരെന്നാവും ജയിച്ചിട്ടുണ്ടാവുക. അതിന് കുറച്ചുകൂടി പേഴ്സണൽ ആയിട്ട് ഹൂ നോസ് മീ ബെറ്റർ എന്നുള്ളതിൽ ജസ്റ്റ് എന്താ പറയുക, ഒരു കുറച്ചൊക്കെ നെറ്റിൽ നോക്കിയതും ബാക്കിയുള്ള പേഴ്സണലി ഉള്ളത് കുറച്ച് സുബി റെഡിയാക്കി വെച്ചു മാത്രമേ അതിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയുക, ഇവർക്ക് അറിയാമായിരിക്കാം അല്ലേ, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. മേ ബി കിട്ടുമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആ ഒരു കാറ്റഗറി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൈ ഡേറ്റ് ഓഫ് ബർത്ത്. വർഷവും മാസവും ഡേറ്റും സെക്കൻഡും ഒക്കെ വേണം. Five, 4, 3, 2, 1, stop. എൻ്റെ നാട്ടേക്ക് 8/8/95 ഓഗസ്റ്റ് 1995. ഞാൻ പെണ്ണിന് അയച്ചിട്ടുണ്ടാ 8 ആഗസ്റ്റ് 8 6 ഞാൻ അപ്പൊ തന്നെ എനിക്കൊരു എന്തോ ഒരു ഇതിന് ഞാൻ 5 പെണ്ണിന് അയച്ചിട്ടുണ്ട്. അത് ഈ ഓഗസ്റ്റ് 8 ആയിട്ട് ഇങ്ങനെ ഫാൻസിയിട്ട് വന്ന് പറഞ്ഞു വെച്ചാൽ 8/8/95 പറഞ്ഞു. ഓഗസ്റ്റ് മാസം 8 1995 അല്ലേ? ഞാൻ ഇവിടെ തെറ്റ് വിചാരിച്ചു. സോ അതൊക്കെ രണ്ടാം പോയിന്റ്. രണ്ടാമത്തത് എന്താ പറയാ, എനിക്ക് ഡിഗ്രിക്ക് എത്ര സപ്ലി ഉണ്ടായിരുന്നു ടോട്ടല്? സപ്ലി എന്താണെന്ന് അറിയില്ല, ചോദിച്ചാണ്. പെണ്ണ് മാറ്റ് 2 എത്ര 4 അയ്യോ 4 ആ 2 സെക്കൻഡ് ഇയറോട് കോളേജ് നിർത്താന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പണ്ടുള്ള വേറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു മൈൻഡിൽ നമ്മൾ എഴുതാതെ വിട്ടതായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് നടൻ മലയാളത്തിൽ മെയിൽ ആക്ടർ ആരാണ്? പെണ്ണു വരിക ഇഷ്ടം. പൃഥ്വിരാജ് ഫേവറേറ്റ്. അല്ല മമ്മൂട്ടി മോഹൻലാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അതടക്കട്ടെ. സോ ആ പോയിന്റ് ആർക്കും കിട്ടില്ല. അത് മറന്നുപോയി.
അത് ആ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. പിന്നെ ഇഷ്ടം പിന്നുള്ളത് പറഞ്ഞാൽ അതിൽ തന്നെ പിടിക്കാമല്ലോ അല്ലേ? തമിഴിൽ ഏറ്റവും ഇഷ്ടം ആക്ടർ മെയിൻ അതോടെ നിർത്താല്ലേ, പിന്നെ ഓരോ ഡിവിഷൻ ഇങ്ങനെ കടന്ന് പോകും. തമിഴത്തെ മെയിൽ ആക്ടർ പിന്നെ നോക്കിക്ക സ്റ്റോപ്പ് പിന്നെ നോക്ക് സൂര്യ മാത്രം വിജയ്. ഏത് വിജയ്? ദളപതി വിജയ്. വിക്രമം. അന്റെ ഇഷ്ടത്തോടെ ചോദിക്കണേ, അത് നമുക്ക് അടുത്ത കാലം നടുവിരിക്കാൻ ഞാൻ ശൈലിയിരിക്കാം. അപ്പൊ അതൊക്കെ. പിന്നെ ഉള്ളത് എന്ന് പറയുകയാണെങ്കിൽ ക്രിക്കറ്റ് പ്ലെയർ ആയിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ രണ്ടെണ്ണം സ്കോർ എന്നുള്ള ഉറപ്പാണ്. ധോണി അത് സ്വാഭാവികമാണ്. പിന്നെ ആ ഒരു ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ വലിയ നല്ലൊരു സ്കോർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അത് നിർത്തിയിട്ട് കുറച്ച് റിസ്ക് ഉള്ള കൊടുക്കാന്ന് വെച്ചാൽ എന്താ കൊടുക്കുക അത് പോരാ. അതതിനെ ഉദ്ദേശിക്കുന്നോട്. പിന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ട സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ചെയ്യല്ലേ എന്നുള്ള പ്ലാനോട് ചെയ്തതാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ എന്ത് തോന്നുന്നത് പറഞ്ഞ് കുറേ ഒരു വ്ളോഗിൽ ഒന്ന് ഇതാണ് തോന്നുന്നത് യൂണിവേഴ്സിറ്റി ബെറ്റർ. പിന്നെ ഹോം ടൂർ ഒക്കെയാണ് ഇൻഷാല്ലാ ചെയ്യാം. പിന്നെ അതിൽ കുറെ ചലഞ്ചസ് ഒക്കെ. അതെ അതൊക്കെ ചെയ്യാം. ഈറ്റിംഗ് നോക്കാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ചലഞ്ചസ് ഒക്കെ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ അത് എവിടെ എങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് നൈസ് ഒരു പ്ലാൻ ചെയ്യുന്നത്. സ്കോർ ലാസ്റ്റ് ഞാൻ ആ സ്ക്രീനിൽ കൊടുക്കും. ഇതിലിപ്പോൾ എത്രയാണ് ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു തമ്പുരാൻ അറിയാം. ഞാൻ കണ്ടുമാണ് ചോദിക്കുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 22 പോയിന്റോ? അട്ടച്ച് തമ്പുരാൻ 32 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മാർക്ക് എനിക്കാ ഇവിടെ 9.5 ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ 9.5 മിനിറ്റ് ഞാൻ എണ്ണ 1 2 ഇത് 5.5 6.5 7.5 8.5 9 ആണോ? 10.5 11.5 ആരടക്കട്ടെ ലാസ്റ്റ് കൂട്ടാ 10.5 11.5 12 13 14 15 അല്ല അത് തെറ്റാണല്ലേ. 15.5 16.5 17 ആ 18 കഴിക്കോ സാധാരണ ടീച്ചേഴ്സ് അങ്ങനെ ആരാണ് കൂട്ടി കൊടുക്കുക. 19 23 പോയിന്റോട് കൂടി കൊളാക്കുന്നുള്ളത് അറ്റങ്ങോട്ട് തരണ്ടാവും വിചാരിച്ചു. അത്ര ഒന്നും പോയിട്ടില്ല. അപ്പോൾ അതാണ് യൂണിവേഴ്സിറ്റി മേട്ടൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. സുബി സെല്ലിൽ എത്തിയിട്ട് ഇവിടെ കണ്ടു. നല്ല രസമുള്ളൊരു കളിയാവും ചിലപ്പോൾ. ക്വസ്റ്റ്യൻ സ്ക്രിപ്റ്റഡ് ആക്കണം. സ്ക്രിപ്റ്റ് ചെയ്യണം. ഇന്ന് അങ്ങനെ ചെയ്തിട്ടില്ല. മടിയില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനൊന്നും കുറേ കഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അപ്പം അതൊക്കെയാണ് ചെറിയ കാര്യങ്ങളായിട്ട് ഉദ്ദേശിക്കുക. പണിഷ്മെന്റ് ഒരു പ്രതീക്ഷ തെറ്റിക്കഴിഞ്ഞാലുള്ളതൊക്കെ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാം ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ചെയ്യാം. പിന്നെന്താ അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഹൂ നോസ് മീ ബെറ്റർ എന്നുള്ള ഇതൊക്കെ കുറച്ച് ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ. അതെ ഫസ്റ്റ് പാർട്ടിൽ വിജയ് ചെയ്യാലല്ലേ പാർട്ട് 1 ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ പാർട്ട് 2 ചെയ്യാം. സോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടോക്കെ എല്ലാവരും. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടോക്കുക. ഇഷ്ടമാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ ഈ വീഡിയോ ബാക്കിയുള്ള വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. രസമല്ല വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ. സോ പിന്നെ എന്നൊക്കെ വരുന്നുണ്ട് പറയണ്ട. അത് ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല വീഡിയോകൾ ശരി നോക്കുകയാണെങ്കിൽ ഒരുപാട് 1-2 വേർഡുകളൊക്കെ സ്ഥിരം റിപ്പീറ്റ് അടിക്കില്ല. പക്ഷെ അതൊക്കെ എന്താ പറയുക ജന്മനാളുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വർത്തനം കൊണ്ടുവരുമ്പോൾ മാക്സിമം ഒഴിവാക്കാൻ പറ്റും നോക്കാന്നുള്ളൊരു ഗ്യാരണ്ടി ഒന്നുമില്ല. അത് നോക്കിയാൽ എനിക്കെന്നെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ കുറേ ഒക്കെ കട്ട് ചെയ്ത് നോക്കും. പക്ഷേ ചിലതൊക്കെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ല അതുണ്ടാവും. അല്ല എന്ത് എത്രമാത്രം ഉണ്ടെന്നല്ല. പിന്നെ കട്ട് ചെയ്ത് നമുക്ക് തിരിച്ചെത്തിക്കാം. സോ നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യാം എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീച്ച് കത്തുള്ളൂ വീഡിയോസൊക്കെ. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് കല്യാണത്തിൻ്റെ ആ വ്ളോഗുകളോട് കൂടി നിർത്താനുള്ള പ്ലാനായിരുന്നു. പക്ഷെ അന്ന് കുറച്ച് എന്താ പറയുക ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ഇങ്ങനെ വളർന്ന് വരുന്നതെന്ന് കണ്ടപ്പോൾ അവർ വീഡിയോ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുറച്ചുകൂടി നമ്മൾ കീപ്പ് ചെയ്ത് പോയിരുന്നുള്ളൂ. ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നുകൊണ്ടാണ് പിന്നെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ വരുന്നതെന്ന് വിചാരിക്കുന്നു. സോ
എല്ലാവരും എന്ത് ചെയ്യുക, സന്തോഷത്തോടെ ഇരിക്കുക, സേഫായിട്ട് ഇരിക്കുക. എന്താ പറയുക, പുതിയ പുതിയ അസുഖങ്ങൾ പിന്നെ വരുന്നുണ്ട് കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സേഫ് ആവുക. നാളെ ഈ വ്ളോഗ് നാളെ എടുക്കുകയാണെങ്കിൽ എടുക്കണം. 1-2 എന്താ പറയുക പർച്ചേസും കാര്യങ്ങളും ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഷോപ്പിനായിട്ട് കാര്യങ്ങളായിട്ട് പോകാണ്ട് പെർമിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് പോകാൻ പറ്റണമെങ്കിൽ അത് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. സോ എന്ത് ചെയ്യാം, വ്ളോഗ് ഇവിടെ വെച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിനായിട്ടുള്ളത് അസ്സലാമു അലൈക്കും.